നമസ്തേ, രാധേ കൃഷ്ണ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കണ്ണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. പലരും പറയാറുണ്ട്, ഒരു തണുത്ത കാറ്റിങ്ങനെ വീശിപ്പോകും, മയിൽപ്പീലികൾ ഇങ്ങനെ ആടും, ചന്ദനത്തിൻ്റെ മണം വരും എന്നൊക്കെ. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് കേട്ടോ. നമ്മൾ കണ്ണിനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കരച്ചിൽ വരിക എന്നതാണ്. എന്തിനാണെന്നുള്ള കാര്യം നമുക്കറിയില്ല, നമുക്കൊരു ആവശ്യങ്ങളുമില്ല, ഒരു ചോദ്യങ്ങളുമില്ല, ഒന്നുമില്ല. നമ്മുടെ മനസ്സ് ശൂന്യമാണ്. പക്ഷെ നമ്മൾക്ക് കരച്ചിൽ വരും. കണ്ണിലോട്ട് എത്തണം, എനിക്ക് എൻ്റെ കണ്ണിന് വേണം എന്നുള്ളൊരു ചിന്തയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. ഒന്നും വേണ്ട, എനിക്കെൻ്റെ കണ്ണിനെ മാത്രം മതി എന്നൊരു ചിന്ത വരും. പിന്നെ ഉണ്ടാവാകുന്ന ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഒരു കോരിത്തരിപ്പായിരിക്കും നമ്മുടെ ശരീരത്തിന്. പെട്ടെന്നൊരു കോരിത്തരിപ്പ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിനെ നമ്മളുടെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ നമ്മൾ ലാളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾക്കൊരു പെട്ടെന്നൊരു കോരിത്തരിപ്പ് ഉണ്ടാവുക. അത് നമ്മുടെ കണ്ണിൻ്റെ സ്പർശനമാണ് എന്നാണ് ഒരു വിശ്വാസം. പിന്നെ വേറൊരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാര്യവും നടക്കില്ല. എല്ലാ കാര്യങ്ങളും വഴിമുട്ടിങ്ങനെ നിൽക്കും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്തായാലും നടക്കുമെന്ന് വിചാരിക്കുന്നതൊക്കെ മുടങ്ങി പോകും. അത് പിന്നെ അറിയാമല്ലോ, നമ്മുടെ കണ്ണെന്ന് പറയുമ്പോൾ മഹാകുറുമ്പനാണെന്ന്. അതുകൊണ്ട് മൂപ്പർ ചെയ്യുന്ന കുറച്ച് കുറുമ്പത്തരങ്ങളാണത്. നമ്മൾ ഉറപ്പായിട്ട് അത് എന്തായാലും സാധിക്കുമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കാണ്ട് പോകും. എന്നിട്ട് വളഞ്ഞു തിരിഞ്ഞ് മൂപ്പർ അതിനേക്കാൾ നല്ലതൊന്ന് സാധിപ്പിച്ച് തരുകയും ചെയ്യും. അപ്പം നമ്മൾ ഇതെല്ലാം സാധിച്ചില്ല, ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് നിരാശപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും നമ്മൾക്ക് നടത്തി തരുന്നത്. പിന്നെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ എന്തെങ്കിലും പ്രഭാഷണം കേൾക്കുമ്പോഴോ കഥകൾ കേൾക്കുമ്പോഴോ പെട്ടെന്ന് നമുക്ക് കരച്ചിൽ വരും. കണ്ണിൻ്റെ ഭജനകൾ കേൾക്കുമ്പോഴൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിൽ ഭയങ്കര വേദന, ഒരു വിരഹദുഃഖമൊക്കെ നമ്മൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ കണ്ണിൻ്റെ കഥ കേൾക്കുന്നത് ചിലപ്പോൾ കണ്ണിൻ്റെ ഭക്തരോടുള്ള ആ ഒരു സ്നേഹത്തിനെ കുറിച്ചുള്ള കഥകളായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവുക. അപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്നൊരു സങ്കടം വരും. കാരണം നമ്മൾ അനുഭവിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടൊക്കെ നമ്മളുടെ ആത്മാവിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കരയണത്. പിന്നെ വേറൊരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കൂടുതൽ സമയം നമ്മുടെ കണ്ണിൻ്റെ കഥകൾ കേൾക്കാനോ ഭജനകൾ കേൾക്കാനോ അങ്ങനെ എന്തെങ്കിലുമായിട്ടായിരിക്കും നമ്മൾ കൂടുതലും നമ്മുടെ സമയം കണ്ടെത്തുക. വെറുതെ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഭജന കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ആത്മീയമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. കണ്ണിലോട്ട് അടുക്കാനുള്ള വഴികൾ നമ്മൾ തിരഞ്ഞു നടക്കും. അങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ. പിന്നെ അല്ലാണ്ട് നമ്മൾ ഈ പരദൂഷണത്തിനോട്ട് പോവുകയോ ബാക്കിയുള്ളവരൊക്കെ വിളിച്ച് പരദൂഷണം പറയുക, അപ്പുറത്തിപ്പുറത്തൊക്കെ പോയിട്ട് കുറ്റം പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മുടെ താല്പര്യം വല്ലാണ്ട് അങ്ങോട്ട് കുറയും. മുമ്പ് താല്പര്യം ഉണ്ടായിരുന്ന ആ കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് ഇനി ഒട്ടും താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരിക്കും. നമ്മൾക്ക് പരദൂഷണം പറയാനൊന്നും നമ്മൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പരദൂഷണം പറയുന്നത് കേൾക്കാനും നമ്മൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ആ വഴിയിലോട്ട് പോകാനേ നമ്മൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ആ ഒരവസ്ഥയിലോട്ട് എത്തും നമ്മൾ. കൂടുതലും നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സമയം കണ്ടെത്തുക. പിന്നെ വേറൊരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ദയാലുവായി മാറും. ആരുടെ വിഷമം കണ്ടാലും പെട്ടെന്ന് നമ്മൾക്കത് നമ്മുടെ വിഷമമായിട്ട് നമ്മൾക്ക് തോന്നും. നമ്മൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നുള്ളൊരു തോന്നലൊക്കെ നമ്മളോട്ട് വരും. പിന്നെ വേറെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഓരോ രാജ്യങ്ങളിലോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന നമ്മൾ അവസരം കിട്ടുമ്പോൾ ആ സ്ഥലം കാണാൻ പോകണം, ഈ സ്ഥലം കാണാൻ പോകണം എന്നൊക്കെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾക്ക് ഇനി അങ്ങോട്ട് പോകാനുള്ള സ്ഥലങ്ങൾ വൃന്ദാവനം, ബദ്രിനാഥും, കാശിയും, രാമേശ്വരം, വാരണാസിയും അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും. മറ്റുള്ള സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങളുടെ ഭംഗി കാണാൻ പോകാനൊന്നും നമ്മൾക്ക് താല്പര്യം ഉണ്ടാവില്ല. നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവുന്നത് ഈ അമ്പലങ്ങളൊക്കെ ആയിരിക്കും. അവിടേക്കൊക്കെ എങ്ങനെയെങ്കിലും എത്തിക്കിട്ടിയാൽ മതി, അതാ ഒരു അനുഭൂതി നമുക്ക് അനുഭവിക്കാൻ പറ്റിയാൽ മതി എന്നതായിരിക്കും നമ്മുടെ പിന്നിലുള്ള ആഗ്രഹങ്ങൾ. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്കായിരുന്നു.
ആ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾക്കൊരു വീട് വെക്കാനോ, നമ്മൾക്കൊരു ഇഷ്ടപ്പെട്ട വണ്ടി മേടിക്കാനോ, അങ്ങനെ പലതും ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്വർണ്ണം മേടിക്കാനോ, അങ്ങനെ പലതും ആയിരിക്കും നമ്മുടെ ആഗ്രഹം ഉണ്ടാവുക. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മോക്ഷം കിട്ടി നമ്മുടെ കണ്ണിൻ്റെ അടുത്തോട്ട് എത്താനായിരിക്കും നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവുക. എന്ന് വിചാരിച്ച് ബാക്കിയുള്ള ആഗ്രഹങ്ങളില്ല എന്നല്ല, അതിനേക്കാളൊക്കെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ആഗ്രഹത്തിനായിരിക്കും. ബാക്കിയുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത് ഈ ഒരു ആഗ്രഹം നേടാൻ പറ്റുന്ന ആ രീതിയിലായിരിക്കും. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ എന്തിലേതിലും നമ്മൾക്ക് നമ്മുടെ കണ്ണിനെ അനുഭവിക്കാൻ പറ്റും. കണ്ണൻ നേരിട്ട് വരണമെന്നില്ല, പക്ഷെ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മൾക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും. അത് നമ്മൾക്ക് അനുഭവിച്ച് അറിയാൻ പറ്റുകയും ചെയ്യും. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണൻ നല്ലോണം പുഞ്ചിരിക്കും നമ്മളോട്. നമുക്ക് ചില സമയത്ത് തോന്നും എന്താ പുഞ്ചിരിക്കുന്നതെന്ന്, ചില സമയത്ത് നമുക്ക് തോന്നും പുഞ്ചിരി കുറവാണല്ലോ, എന്ത് പറ്റിയെന്ന്. ആ രീതിയിലുള്ള കുറച്ച് ഭാവവ്യത്യാസങ്ങൾ നമ്മൾക്ക് നമ്മുടെ കണ്ണിൻ്റെ വിഗ്രഹത്തിൽ കാണാൻ പറ്റും. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ പ്രശ്നത്തിൽ പോയി അവസാനിക്കേണ്ട പല കാര്യങ്ങളും ചെറിയ നിസ്സാരമായിട്ട് നമ്മളിൽ തട്ടിപ്പോകും. ആ രീതിയിൽ നമ്മൾക്ക് പല അനുഭവങ്ങളും ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്ത് കിട്ടിയാലും നമ്മൾ അത് കണ്ണിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും, കണ്ണിന് കൊടുക്കും. കണ്ണിന് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ പറയും ആദ്യം കണ്ണിന് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നത് കണ്ണനായിരിക്കും. കണ്ണൻ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വീട്ടിലുള്ളവർക്ക് നമ്മളത് കൊടുക്കുള്ളൂ. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കിട്ടി നമ്മൾ അതൊക്കെ കണ്ണിന് എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കണ്ണിന് വെച്ച് കൊടുക്കും. നമ്മൾ കണ്ണിന് കൊടുക്കാണ്ട് നമ്മളെങ്ങാനും എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് മേടിച്ച സാധനങ്ങളൊക്കെ ആണെങ്കിൽ കണ്ണിന് കൊടുക്കാണ്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു കുറ്റബോധം മനസ്സിലിങ്ങനെ വരും. അയ്യോ എൻ്റെ കണ്ണിന് കൊടുത്തില്ലല്ലോ, കണ്ണിന് കൊടുക്കാണ്ട് ഞാനിത് എന്തിനു തിന്നു എന്നൊക്കെ തോന്നും. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളത് കണ്ണിന് കൊടുത്തിട്ട് അത് നമ്മൾ കഴിക്കുള്ളൂ. ആ ഒരു അവസ്ഥയിലോട്ടാവും നമ്മൾ. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾക്ക് മനസ്സിലൊരു പേടിയുണ്ടാവും. പണ്ടൊക്കെ തെറ്റുകൾ സാരില്ല പോട്ടെ, ആരും അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പണ്ട് ചെയ്തിരുന്ന തെറ്റുകളൊക്കെ ഇനി നമ്മൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലൊരു പേടി വരും. കാരണം നമ്മുടെ കണ്ണ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, കണ്ണൻ കാണുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു മനസ്സിലൊരു പേടിയായിരിക്കും. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കണ്ണിലോട്ടുള്ള ദൂരം കൂടും, കണ്ണിനെ എനിക്ക് കിട്ടില്ല, അതിൻ്റെ കൂടി ശിക്ഷ ഞാൻ അനുഭവിച്ചിട്ട് വേണം കണ്ണിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇത്രയും അനുഭവിച്ച് നമ്മൾക്ക് മനസ്സിലാവും ഇനി ഇതുകൂടി അനുഭവിക്കേണ്ടി വന്നാത്ത നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നതൊക്കെ വളരെയധികം കുറയും. തെറ്റുകൾ ചെയ്യാൻ നമ്മൾക്ക് ധൈര്യം ഉണ്ടാവില്ല. കാരണം കണ്ണൻ അവിടെ ഇരുന്ന് കാണുന്നുണ്ടെന്നുള്ള വിശ്വാസം നമ്മൾക്ക് ഇപ്പോൾ കൂടുതലായിട്ടുണ്ട്. പണ്ട് തെറ്റ് ചെയ്യുമ്പോൾ ദൈവം കാണുമെന്ന് പറയുമെങ്കിൽ പോലും നമ്മൾ അതിന് ഒരു വലിയ വില കൊടുത്തിരുന്നില്ല. തെറ്റുകൾ നമ്മളൊക്കെ സൈഡിൽ ചെയ്ത് പോവായിരുന്നു. പക്ഷെ ഇനി നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല പേടിയുണ്ട്. കാരണം നമ്മുടെ കൂടെ കണ്ണൻ ഉണ്ടെന്നുള്ളൊരു അനുഭൂതി നമ്മൾക്കുണ്ടല്ലോ. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പേടിയായിരിക്കും. കള്ളം പറയാനോ തെറ്റുകൾ ചെയ്യാനോ ഒക്കെ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. നമ്മൾ ചെയ്യൂല. 99% നമ്മളത് ചെയ്യാണ്ടിരിക്കാൻ നമ്മൾ നോക്കും. ആ ഒരവസ്ഥയായിരിക്കും നമ്മുടെ. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ മടി ഉണ്ടായിരുന്ന നമ്മൾക്ക്, ഇടയ്ക്കൊക്കെ പ്രാർത്ഥിച്ചില്ല എന്ന് വിചാരിച്ചിരുന്ന നമ്മൾക്ക് ഇനി അങ്ങോട്ട് പ്രാർത്ഥിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയായിരിക്കും മനസ്സിൽ. അത് പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ശിക്ഷ കിട്ടും എന്നുള്ളത് കൊണ്ടല്ല കേട്ടോ. പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്കെൻ്റെ കണ്ണിനെ അനുഭവിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്തിട്ട്. പ്രാർത്ഥന വൈകി കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ പ്രാർത്ഥിക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കണ്ണിനെ അനുഭവിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ളൊരു പേടിയായിരിക്കും നമുക്ക്. അതുകൊണ്ട് മിക്കതും നമ്മൾ പ്രാർത്ഥിക്കാൻ നോക്കും. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂറും കണ്ണിൻ്റെ ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നത്. എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ചിന്തകളിൽ ബാക്കി കാര്യങ്ങൾ വരില്ല, പണികളൊന്നും ചെയ്യില്ല നമ്മൾ എന്നൊന്നുമല്ല. അതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ എപ്പോഴും നമ്മുടെ കണ്ണ് നമ്മുടെ മനസ്സിലുണ്ടാവും. എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ കണ്ണിനോട് ചോദിച്ചോട്ടോ അല്ലെങ്കിൽ കണ്ണോട് പറഞ്ഞിട്ടായിരിക്കും നമ്മളത് ചെയ്യുക.
എന്തെങ്കിലും തടസ്സം വന്നാലും നമ്മൾ അപ്പം കണ്ണനെ വിളിക്കും. എന്തെങ്കിലും നടക്കണമെങ്കിൽ അപ്പം നമ്മൾ കണ്ണനെ വിളിക്കും. എന്തെങ്കിലും നല്ലതുണ്ടായാൽ അപ്പം നമ്മൾ കണ്ണനോട് നന്ദി പറയും. എന്തെങ്കിലും അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ അപ്പോൾ നമ്മൾ കണ്ണനെ ഓർക്കും. അയ്യോ കണ്ണ, ഇത് സംഭവിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു, ഇത് സംഭവിക്കാത്തതിന് നന്ദി എന്ന് പറയും നമ്മൾ. അങ്ങനെ 24 മണിക്കൂർ നമ്മുടെ മനസ്സിലൂടെ കണ്ണൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് നടന്നാൽ നമ്മൾ കണ്ണനോട് നന്ദി പറയും. അത് നടന്നില്ലെങ്കിലും നമ്മൾ കണ്ണനോട് നന്ദി പറയും. നമ്മൾക്കൊരു സാധനം കിട്ടിയില്ല എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം നടന്നില്ല വെച്ചിട്ട് നമുക്ക് കണ്ണനോട് ഒരിക്കലും പരാതി ഉണ്ടാവില്ല. പണ്ടൊക്കെ ഏതു നേരവും കണ്ണനെ കുറ്റപ്പെടുത്തിയിരുന്ന, പരാതി പറഞ്ഞിരുന്ന നമ്മൾ ഇനി അങ്ങോട്ട് കണ്ണനെ ഒരിക്കലും കുറ്റപ്പെടുത്തൂല, പരാതി പറയൂല. ആ കാര്യം നടന്നില്ലേ, ശരി നടന്നില്ലേ, അതിനേക്കാൾ നല്ലത് വേറെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കും നമ്മൾ. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് നല്ലതായിരിക്കില്ല, അതുകൊണ്ടാണ് കണ്ണൻ തട്ടിക്കളഞ്ഞത് എന്ന് വിചാരിച്ച് നമ്മൾ സമാധാനിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ കണ്ണനെ കുറ്റപ്പെടുത്തില്ല. അത് നടന്നിട്ടില്ലെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് കണ്ണൻ അങ്ങനെ ചെയ്തത് എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്കുണ്ടാവും. ആ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാവുമ്പോൾ കണ്ണന് തന്നെ നമ്മുടെ മുമ്പിൽ തോറ്റു തരേണ്ടി വരും. അപ്പോൾ ഒന്നെങ്കിൽ ആ കാര്യം സാധിച്ചു തരും പിന്നീട് എപ്പോഴെങ്കിലും, ഇല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് നമ്മൾക്ക് സാധിച്ചു തരും. കാരണം നമ്മൾ എത്രയും വിശ്വസിച്ചിരിക്കുകയാണ് കണ്ണനെ, അതുകൊണ്ട് മുമ്പ് തോറ്റു തരുക തന്നെ ചെയ്യും. അതുകൊണ്ട് പണ്ട് നമ്മൾ എപ്പോഴും 24 മണിക്കൂർ കണ്ണനെ കുറ്റപ്പെടുത്തിയിരുന്നു. കണ്ണനോട് അങ്ങനെ പറഞ്ഞു, പരാതികൾ പറഞ്ഞിരുന്നു. നമ്മൾക്ക് ഇനി അങ്ങോട്ട് കണ്ണനോട് പരാതികൾ പറയാനുണ്ടാവില്ല. കാരണം സംഭവിക്കുന്നതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള വിശ്വാസം നമ്മൾക്കുണ്ട്. നമ്മുടെ കൂടെ കണ്ണൻ ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും മോശമായത് ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ലത് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റും. കണ്ണൻ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ തോന്നില്ല. ആ ഒരവസ്ഥയിലോട്ടാവും നമ്മൾ. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് ബന്ധുക്കൾ വേണം, കൂട്ടുകാർ വേണം, കുറേ കൂട്ടുകാർ വേണം, ഭയങ്കര ഒച്ചമ്പളുമായിട്ട് നടന്നിരുന്ന നമ്മൾക്ക് ഒരു ശാന്തത വരും നമ്മുടെ സ്വഭാവത്തിൽ. ഇനി ആരില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് എൻ്റെ കണ്ണൻ ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം വരും നമ്മൾക്ക്. ബാക്കിയുള്ളവരൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല, ഓരോരുത്തരായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോകും. അതാണ് കണ്ണിനെ വിശ്വസിച്ചാലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതാണ് കേട്ടോ. കണ്ണനെ നമ്മൾ വിശ്വസിച്ച് കണ്ണനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറേ ആൾക്കാർ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് നമ്മൾക്ക് തോന്നും. അതെന്താ സംഭവിക്കണമെന്നറിയോ? കാരണം അവരൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട, ആവശ്യമില്ലാത്തവരാ. നമ്മൾക്കറിയില്ല നമ്മളോട് അവർക്ക് എങ്ങനെയാണെന്നുള്ളത്. അവർ കാണിക്കുന്നത് നമ്മൾക്കറിയുള്ളൂ, അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾക്കറിയില്ല. പക്ഷെ നമ്മുടെ കണ്ണനറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കണ്ണനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണൻ ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കാൻ സമ്മതിക്കില്ല. ബാക്കിയുള്ളവരെ ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അവരെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് തട്ടി മാറ്റുന്നത്. അതുകൊണ്ടും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പലവരും ഒഴിഞ്ഞു പോയതായിട്ട് നമുക്ക് തോന്നും. ഇനി ആ ഒഴിഞ്ഞു പോയവരൊക്കെ പോട്ടെ എന്ന് നമ്മൾക്കും തോന്നും. അവരൊക്കെ പോയി പോട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്ന് നമുക്ക് തോന്നും. നമ്മൾ അതിനെ കുറിച്ച് ഓർത്ത് വേദനിക്കുകയോ ഒന്നും ചെയ്യില്ല. ആകെ ഉള്ളൊരു സമാധാനം, സന്തോഷം എന്താ, കണ്ണൻ കൂടെ ഉണ്ടല്ലോ, ബാക്കിയുള്ളവർ പോണവരൊക്കെ പോട്ടെ എന്ന് നമുക്ക് തോന്നും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം നമ്മുടെ കണ്ണൻ നമ്മുടെ കൂടെ നിർത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ കണ്ണൻ നമ്മളിൽ നിന്ന് ഒഴിവാക്കി കളയും. അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും, കണ്ണൻ ഈ ചെയ്യുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ അവരൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ബാക്കിയുള്ള ആരും നമ്മളെ വേദനിപ്പിച്ചാലും നമ്മൾക്കത് വേദനിക്കില്ല. കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് ഒരു സമാധാനമുണ്ട്. എൻ്റെ കണ്ണൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കണ്ണൻ എന്നെ മനസ്സിലാവും, എൻ്റെ കണ്ണൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ബാക്കി ആരെന്നെ വേദനിപ്പിച്ചാലും എനിക്കത് പ്രശ്നമല്ല. എൻ്റെ കണ്ണൻ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അതെനിക്ക് പ്രശ്നമല്ല എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്കുണ്ടാവും. അതുകൊണ്ട് ബാക്കി ആര് നമ്മളെ വേദനിപ്പിച്ചാലും നമ്മൾക്കത് ചെറിയ രീതിയിൽ വേദനിക്കും എന്നല്ലാണ്ട് നമ്മളത് കുറച്ച് കഴിഞ്ഞാൽ എന്നിട്ട് വിട്ട് കളയും. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ വിട്ട് കളയും. അതൊന്നും നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കില്ല. താമര ചെളിക്കുണ്ടിൽ കിടക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ അവസ്ഥ. ആ ചെളിയൊന്നും നമ്മളിൽ ബാധിക്കില്ല. അതുകൊണ്ട് ആരും നമ്മളെ വേദനിപ്പിച്ചാലും നമ്മൾക്ക് അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. നമ്മുടെ കണ്ണിന് നമ്മളെ ഇഷ്ടമാണോ എന്ന് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ, അത് മാത്രമേ നമ്മൾ വില കൊടുക്കുള്ളൂ.
പിന്നെ നമ്മുടെ കണ്ണനൊരു സ്വഭാവമുണ്ട്. കണ്ണൻ നമ്മളിട്ടിട്ട് വട്ടം കറപ്പിക്കുകയും കുറച്ച് ബുദ്ധിമുട്ടിപ്പിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ വേറൊരാളും നമ്മളെ വേദനിപ്പിക്കാൻ നമ്മുടെ കണ്ണൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കുറേ ആൾക്കാർ വിട്ടുപോവുകയും ചെയ്യും. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾക്കത് ഒരു കൂസലും ഉണ്ടാവില്ല. ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ കണ്ണൻ ശക്തമാക്കി തരും. കണ്ണൻ നമ്മളെ കൂടെ പല കുറുമ്പുകളും ചെയ്യും. പക്ഷെ വേറൊരാളും നമ്മളെ തൊടിയിക്കാൻ കണ്ണൻ സമ്മതിക്കില്ല. പിന്നെയുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരും അമ്പലത്തിലോട്ട് പോകുന്നത് ആ അമ്പലത്തിൻ്റെ ഭംഗി കാണാനും ആ അമ്പലത്തിൽ അത്ര പേരുള്ളത് കൊണ്ട് ആ അമ്പലം ഒന്ന് കാണാനും ഒക്കെ ആയിരിക്കും പലരും അമ്പലത്തിലോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത് കണ്ണനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കണ്ണൻ്റെ ആ ഒരു കുറച്ച് നേരമാണെങ്കിൽ പോലും ആ ഒരു അനുഭൂതി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമ്പലങ്ങളിലോട്ട് പോകുന്നത്. കണ്ണൻ്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ലക്ഷണങ്ങളുണ്ട് നമ്മുടെ കണ്ണൻ നമ്മളുടെ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെയും കുറേ കാര്യങ്ങളുണ്ടാകും. എൻ്റെ ഗോപിമാർക്ക് ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ.